ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റെഡി ടു വെയർ 3 പീസ് സെറ്റുകളുടെ കളക്ഷൻ ആണ് കേട്ടോ. കോട്ടൺ ആണ് ഫാബ്രിക്. കുറേ ദിവസമായില്ലേ നമ്മൾ 3 പീസ് സെറ്റുകൾ ചെയ്തിട്ട്. കോട്ടൺ ആയാലും ശരി, ജോർജറ്റ് ആയാലും ശരി, 3 പീസ് സെറ്റ് ചെയ്തിട്ട് എനിക്ക് കുറേ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് 3 പീസ് സെറ്റ് കോട്ടൺ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ 3 പീസ് സെറ്റ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന കളക്ഷൻസിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒട്ടും ടൈം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്ന് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. നല്ല ഒരു ബ്ലൂ ആണ്. എല്ലാ ഷെയ്ഡിലുള്ളവർക്കും സൂട്ടാവുന്ന ടൈപ്പിലുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, പൊടി പൊച്ചു ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ നെക്ക് ഏരിയ കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ ഒറിജിനൽ മിറർ വർക്കും അതിന് ചുറ്റിലായിട്ട് ബീച്ച് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഷോൾഡർ ഏരിയയിൽ നിന്ന് ഇങ്ങനെ യു പോലെ വന്നിട്ട് സെൻട്രൽ പോർഷനിൽ വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ നോർമലി കാണുന്നത് വന്നിട്ട് കുറേ വൈഡ് ആയിട്ടുള്ള കർവ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണല്ലോ. ഇത് അത്രയും ഒരു വൈഡ് ആയിട്ട് വരുന്നില്ല. ഇങ്ങനെ ഈ ഷോൾഡറിൽ നിന്ന് വന്നിട്ട് കർവ് പോലെ വന്നിട്ട് സെൻട്രൽ പോർഷനിൽ വന്ന് ചെറിയ ഒരു വി കട്ടിങ് പോലെയാണ് വരുന്നത് കേട്ടോ. ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇത് കണ്ടോ, ഈ നെക്ക് കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ഒറിജിനൽ മിറർ വർക്കും അതിൽ വന്നിട്ട് ബീഡ്സ് വർക്കും കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ് വരുന്നതെന്ന്. എന്ന് വെച്ചിട്ട് ഒരുപാട് കർവ് ആയിട്ടല്ല, ഈ മേളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് ഓവൽ ഷേപ്പ് പോലെ വന്നിട്ട് സെൻട്രൽ പോർഷനിൽ ചെറിയൊരു വി കട്ടിങ് പോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് വൈഡും അല്ല, എന്നാൽ ഒരുപാട് ഒതുങ്ങിയും പോയിട്ടില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് നമ്മൾ നോർമലി കാണുന്ന പോലത്തെ തന്നെ ലൂസ് പാൻറ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇങ്ങനെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എലാസ്റ്റിക് ആണ് വരുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 38 എബോവ് വരുന്നുണ്ട്. പെൻസിൽ കട്ടല്ല, ലൂസ് പാൻറ്റാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത് വന്നിട്ട് 2.5 ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ദുപ്പട്ടയുടെ എൻഡ് സൈഡിൽ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് അജറക്കല്ല, പക്ഷെ അജറക്ക് പോലത്തെ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. നമുക്ക് അജറക്കാണെന്ന് തോന്നിപ്പോവും, പക്ഷെ അജറക്കല്ല. ഈ കുർത്തി വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിന്റെ വേറൊരു ഷെയ്ഡാണ്. ബെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്, ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ കൂടെ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ യോക്കിലിൽ വരുന്ന ഈ വർക്ക് മാത്രം ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് വന്നിട്ട് ഈ നെക്ക് ഏരിയയിൽ വന്നിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കളർ ബീഡ്സ് വർക്കും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ബെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ. ഇതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൽ വന്നിട്ട് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ വന്നിട്ട് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൺ സൈഡിൽ വന്നിട്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. പാൻറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ വന്നിട്ടൊരു 38 വരുന്നുണ്ട്. നേരത്തെ കണ്ടത് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ലെങ്ത് കുറവാണ്, 38 വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടത് 38 എബോവ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് പാൻറ്റും ദുപ്പട്ടയും വന്നിട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് പോലെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടൻ്റെ ലെങ്ത് വന്നിട്ട് 2.5 തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൽ വന്നിട്ട് മസ്റ്റേർഡ് യെല്ലോയും മെറൂണ്, ഗ്രേ, വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇങ്ങനെ ലൈൻസ് പോലെ വരുന്നത്. എൻഡ് പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ അയച്ചു തന്നാലോ? ഈ കുർത്തി വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് വരുന്നത് കേട്ടോ. നല്ല കളറല്ലേ, ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്, നല്ല കളറാണ്. അപ്പം
ഇതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് M2XXL ആണ്. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1049 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിക്ക് 1049 അഫോർഡബിൾ അല്ലേ? ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.